വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സജിനി വേലായുധൻ, പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ നിന്നും. COVID-19 സൈക്കോ സോഷ്യൽ മാനേജ്മെന്റ് വളരെ കൂട്ടായ്മയായിട്ടാണ് പ്രവർത്തിച്ചത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്, DMHP, NHM, ICDS കൗൺസിലേഴ്സ്, സ്കൂൾ കൗൺസിലേഴ്സ് കൂടാതെ ICTC കൗൺസിലേഴ്സും കളക്ട്രേറ്റിൽ നടന്നു വന്നിരുന്ന കോൾ സെന്ററിൽ പ്രവർത്തിച്ചു. ക്വാറന്റൈനിൽ ഇരുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ കൈകാര്യം ചെയ്യുന്നതിലും ടെലി കൗൺസിലിങ്ങിലും അവർ ചെയ്തിരുന്ന കൂട്ടായ്മയായിട്ടുള്ള പ്രവർത്തനം പ്രശംസനീയം തന്നെ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ മൾട്ടി ഡിസിപ്ലിനറി ടീം, സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ഇവരെല്ലാം ചേർന്നുള്ള ഈ മൾട്ടി ഡിസിപ്ലിനറി ടീമിനെ അവതരിപ്പിക്കുന്നതിനായിട്ട് ഞാൻ ഡോക്ടർ പ്രതിഭയെ ക്ഷണിക്കുന്നു. ഡോക്ടർ പ്രതിഭ ഞങ്ങളുടെ സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പേര് പോലെ തന്നെ പ്രതിഭയാണ്. ഞങ്ങളുടെ ഈ ടീമിനെ പരിചയപ്പെടുത്തുന്നതിനായി ഡോക്ടർ പ്രതിഭ, സൂപ്രണ്ടന്റ് ആൻഡ് സൈക്യാട്രിസ്റ്റ്. ഞാൻ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ പ്രതിഭ, ഇപ്പോൾ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ മാനസിക പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിടുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ജില്ലാ അധികാരികളുടെ അവിടെ നിന്നുള്ള സപ്പോർട്ട്, NHM കൂടാതെ DMHPയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടി വരും. അതേപോലെ തന്നെ ജില്ലാ ആശുപത്രി കോഴഞ്ചേരി. അപ്പം നമുക്ക് ഈ 4 വിങ്ങുകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, വെല്ലുവിളികൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ വളരെ ഭംഗിയായിട്ട് നേരിടാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യൻസായിട്ട് നേരിട്ട് ഇടപെടാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ടെലിഫോണിക് കൗൺസിലിങ്ങും അല്ലാത്ത കൗൺസിലിങ്ങും ആണ് നടത്തുന്നത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സുകേഷ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സജിനി വേലായുധൻ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ശ്രീമതി ഹൈറനീസ എന്നിവർ ചേർന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ടീമിൻ്റെ പ്രവർത്തനവും DMHP ടീമിൻ്റെ പ്രവർത്തനവും രണ്ടും ഒരുമിച്ച് ഏകോപിച്ച് പോകുന്നത് കൊണ്ടാണ് ജില്ലയിലെ മാനസിക പ്രശ്നങ്ങളെ നമുക്ക് ഇത്ര ഭംഗിയായിട്ട് നേരിടാൻ സാധിക്കുന്നത്. DMHP അത് ജില്ലയുടെ മൊത്തത്തിലുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു DMHP സ്റ്റാഫുകൾ, അതിലും സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ, സൈക്യാട്രിസ്റ്റ് ഉണ്ട്, മാഡം ഡോക്ടർ ലൈല ദിവാകർ. നമ്മുടെ ജില്ലയിലെ പ്രോഗ്രാമിൽ ഈ DMHPയും ജില്ലാ ആശുപത്രിയുടെ ടീമുമാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ NHMൽ നിന്ന് എടുത്തിരിക്കുന്ന കൗൺസിലേഴ്സും വളരെ ഭംഗിയായിട്ട് വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റാണ്. മൾട്ടി ടാലന്റഡ് എന്ന് വിശേഷിപ്പിക്കാം. എന്തെന്നാൽ DMHP ഹെഡായ സൈക്കാട്രിസ്റ്റ് ആണ്. അതുകൂടാതെ ഞങ്ങളുടെ കോഴഞ്ചേരി ഡിപ്പാർട്ട്മെന്റിന്റെ സൈക്കാട്രിസ്റ്റ് ആണ്. കൂടാതെ ഇന്ന് കോവിഡിന്റെ ഞങ്ങളുടെ ജില്ലയുടെ എല്ലാ ഡീറ്റെയിൽസും റിപ്പോർട്ട് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റ് ആണ്. ഈ സൈക്കാട്രിസ്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, കൈ കഴിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് കോവിഡിനെ പറ്റി പറഞ്ഞ ഡോക്ടറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഒരു കുഞ്ഞിനോടോ ഒരു കുരുവിയോടോ നമ്മൾ കൂട്ടുകൂടാൻ ചെല്ലുമ്പോൾ തിരിച്ചത് കൂട്ടുകൂടിയാൽ നമുക്ക് എത്രമാത്രം സന്തോഷമാവും, അത്രമാത്രം സൗഹൃദത്തോടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ലീഡറാണ് ഈ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സുകേഷ്. വെരി ഫ്രണ്ട്ലി, വെരി ടാലന്റഡ്. അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാനും വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പുള്ള ഞങ്ങളുടെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സുകേഷിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഡോക്ടർ സുകേഷ് ജില്ലാ മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെട്ടും കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ തന്നെ ഒരു 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻറ്റർ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ അവർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കാര്യം 40ഓളം വരുന്ന ആളുകൾ, സ്റ്റാഫ് ചെയ്തിരുന്ന കാര്യം, അവർ ഈ ആളുകളുടെ കോണ്ടാക്ട് ട്രേസിംഗ് ആണ് ആദ്യത്തെ രീതിയിൽ ചെയ്തിരുന്നത്. ഈ
നമ്മളുടെ ആദ്യം വന്ന ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അവർ വിസിറ്റ് ചെയ്ത ആൾക്കാർ, അവരുടെ എല്ലാം കോണ്ടാക്റ്റ് നമ്മൾ ട്രേസ് ചെയ്തെടുത്തു. അവരെ ക്വാറന്റൈനിലാക്കാനുള്ള നടപടികൾ ചെയ്തു. അപ്പോൾ അത് ദ്രുതഗതിയിൽ ചെയ്ത് അതിന് ഒരു താളം വന്നതോടെയാണ് നമുക്ക് നമ്മളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ആ സമയത്ത് തന്നെ നമ്മൾ ടെലി കൗൺസിലിങ്ങും അവർക്ക് നൽകി തുടങ്ങി. ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ആശങ്കകൾ, എത്ര ദിവസം ഇരിക്കേണ്ടതായി വരും, എന്താണ് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ടെലി കൗൺസിലിങ്ങിൽ നമ്മുടെ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീമിനെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരുടെ ആകാംക്ഷ ദൂരീകരിക്കാനേ നമുക്ക് കഴിയും. ICTC കൗൺസിലേഴ്സ് ക്വാറന്റൈനിലിരിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ആദ്യമേ കളക്ട്രേറ്റിലെ കോൾ സെന്ററിൽ പ്രവർത്തിച്ചവരാണ്. അതിൽ ഉൾപ്പെട്ട ജീന, റേച്ചൽ, ജോണിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. ക്വാറന്റൈനിൽ ഇരുന്നവരുമായി സംസാരിച്ചപ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് അവർക്ക് അനുഭവപ്പെട്ടതെന്ന് നമ്മൾക്കറിയണ്ടേ? ഈ COVID-19 ബന്ധപ്പെട്ട് 1 വീക്കോളം ഞങ്ങൾ കളക്ടറേറ്റ് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലായിരുന്നു. ആ ഡ്യൂട്ടിയിൽ ഞങ്ങൾക്ക് ഒരു മനസ്സിലാക്കി വെച്ചാൽ കൂടുതലും ഞങ്ങളുടെ ജോലി കോളുകൾ ട്രേസ് ചെയ്യുക, പിന്നെ ക്വാറന്റൈൻ അവർ ഇരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് പൂർണ്ണമായും 100% പേരിൽ ഒരു ഏകദേശം 90% ആൾക്കാരും ക്വാറന്റൈൻ ഇരിക്കാൻ അവർക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവരെ മാനസികമായി അതിനെ സജ്ജരാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു. ഏകദേശം അത് ഞങ്ങൾ ഏറെക്കുറെ സാധിച്ചു എന്ന് വേണം തന്നെ പറയാൻ. ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഇതിനു മാത്രം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സത്യം നമുക്ക് ഇതിനോടകം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. പിന്നെ ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ കഴിവതും ഗവൺമെൻറ് ഏത് രാജ്യങ്ങളാണോ അവർ അതാത് ഗവൺമെൻറ് പറയുന്ന ക്വാറന്റൈൻ ഡേയ്സ് പൂർണ്ണമായും ക്വാറന്റൈൻ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് COVID-19 എന്ന ഈ മഹാവിപത്തിനെ നമുക്ക് തടയുവാനും പ്രതിരോധിക്കുവാനും സാധിക്കുക. രേഷ്മ എസ് NHMന്റെ പരിരക്ഷയുടെ കൗൺസിലറാണ് രേഷ്മ എസ്. രേഷ്മയെ പറ്റി പറയുമ്പോൾ രേഷ്മ എനിക്ക് പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റും സുഹൃത്തുമാണ്. കളക്ട്രേറ്റിൽ പ്രവർത്തിച്ചിരുന്ന കോൾ സെന്ററിന്റെയും ടെലി കൗൺസിലിംഗിലും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രേഷ്മ. ടെലി കൗൺസിലിനെ കുറിച്ചും കളക്ട്രേറ്റിൽ പ്രവർത്തിച്ചു വന്ന കോൾ സെന്ററിനെ കുറിച്ചും വിശദ വിവരങ്ങൾ നമുക്ക് രേഷ്മയിൽ നിന്ന് ചോദിച്ചറിയാം. 1.5 മാസക്കാലത്തോളം ഞാൻ ജോലി ചെയ്തത് കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന കൊറോണ കൺട്രോൾ സെല്ലിലായിരുന്നു. നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകളുമായി ദൈനംദിനം ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കുക എന്നതായിരുന്നു ഞങ്ങൾ കൗൺസിലേഴ്സിൻ്റെ പ്രധാന ജോലി. നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകൾ 2 വിഭാഗത്തിലുണ്ട്. ഒന്ന്, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും പോയിട്ട് വന്നതിന് ശേഷം വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾ. 2, കൊറോണ അഫക്റ്റായ ആളുകളുമായി നേരിട്ടോ അല്ലാതെയോ സമ്പർക്കത്തിൽ വന്ന് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന പ്രൈമറി സെക്കൻഡറി വിഭാഗത്തിലുള്ള ആളുകൾ. ഇങ്ങനെ 2 വിഭാഗത്തിലുള്ള ആളുകളെ ദൈനംദിന ഫോണിൽ ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളെ ചോദിച്ചറിയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. മറ്റ് വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്ന എന്തെന്നാൽ ഇപ്പം പാസഞ്ചേഴ്സ് ആണെങ്കിൽ അവർ തിരിച്ച് കേരളത്തിലെത്തിയ ട്രാവലിംഗ് രീതി എങ്ങനെയാണ്, അവർ ഇപ്പം ബസ്സിലാണോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വന്നവരാണെങ്കിൽ ആ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരക്കി എൻട്രി ചെയ്തു പോകും. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും അവരിലുള്ള ഫിസിക്കൽ സിംറ്റംസ് എന്നാലിപ്പം ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ, എന്തെങ്കിലും തരം ലക്ഷണങ്ങൾ, പനി, ചുമ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും നമ്മൾ ഉടൻ തന്നെ അത് ഡോക്ടേഴ്സിനോട് അവരുടെ ഡീറ്റെയിൽസ് ഡോക്ടേഴ്സിന് കൈമാറുകയും ഡോക്ടേഴ്സ് ഉടൻ തന്നെ അവരെ ബന്ധപ്പെടുകയും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ മെഡിക്കൽ നീഡ്സ് അല്ലെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഐസൊലേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതെ രേഷ്മ, താങ്ക് യു. കളക്ട്രേറ്റിലെ കോൾ സെൻറ്ററിൻ്റെ വിശേഷങ്ങളും വിശദ വിവരങ്ങളും അറിഞ്ഞതിൽ
അതിയായ സംതൃപ്തിയുണ്ട്. ഐസൊലേഷനിൽ ഉണ്ടായിരുന്ന COVID-19 ബാധിച്ച എല്ലാവരെയും ഐസൊലേഷനിൽ കണ്ട ഡോക്ടറാണ് ഡോക്ടർ സുകേഷ്. ഐസൊലേഷനിൽ ഇരുന്നപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നെന്നും അങ്ങനെയുള്ള വിവിധ അനുഭവങ്ങൾ അദ്ദേഹം നമ്മോടൊപ്പം ഷെയർ ചെയ്തു. ഡോക്ടർ സുകേഷ്. ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കോവിഡ് പോസിറ്റീവായിട്ടുള്ള രോഗികൾക്ക് അവർക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, അവരെ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് അവരുടെ ഫോൺ വിളിക്കുന്നില്ല, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെല്ലുന്നത് തന്നെ അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അവരെ ഒറ്റപ്പെടുത്തിയിട്ടില്ല, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു കാര്യം. രണ്ട്, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ സന്നദ്ധമായിട്ടുള്ള ആളുകളുണ്ട് എന്നും അവർക്കൊരു മെസ്സേജ് അതുവഴി കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാർഡിലായാലും ഡോക്ടർമാരായാലും ബാക്കി പാരാമെഡിക്കൽ സ്റ്റാഫായാലും അവരോട് എന്തെങ്കിലും ഒരു കാര്യം ഒരു ദിവസം അന്വേഷിക്കുന്നത് തന്നെ അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം. ജോഗൻ അലോഷ്യസ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അദ്ദേഹം DMHPയുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം ടെലി കൗൺസിലിങ്ങിൽ കോൾ സെൻറ്ററിലുമുള്ള കൗൺസിലേഴ്സിന് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന കേസുകൾ ജോബിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ക്വാറന്റൈനിലിരിക്കുന്നവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ കുറച്ചുകൂടെ വിശദമായി പറയാൻ ജോബിൻ തന്നെയാണ് പ്രാപ്തൻ. അപ്പം ജോബിൻ നിന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ജില്ലയിൽ COVID-19 ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്റർ പത്തനംതിട്ട കളക്ടറേറ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ഐസൊലേഷനിലും ക്വാറന്റൈനിലുമായിരിക്കുന്നവരെ നിരന്തരം ബന്ധപ്പെടുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു പോരുന്നു. അതിനുശേഷം ബുദ്ധിമുട്ടുള്ള കേസുകൾ NRHMൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ എൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ കേസുകളെ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വിഷാദം, ഉത്കണ്ഠ, ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് തുടങ്ങിയ കാരണങ്ങളാണ് നമുക്ക് പൊതുവെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ ആദ്യമായി അനുഭവിക്കുന്നതുകൊണ്ടും ഈ COVID-19 എന്നുള്ള മഹാവ്യാധിയെ ഇതുവരെ കേട്ടിട്ടില്ലാത്തതുകൊണ്ടും ഓരോരുത്തരും ഈ വിഷയത്തോട് പ്രതികരിക്കുന്നതും പലതരത്തിലാണ്. ചിലർ ഈ അസുഖങ്ങൾ തനിക്ക് ബാധിക്കുന്നു എന്നും ഇത് വന്നു കഴിഞ്ഞാൽ മരണം മാത്രമേ ഉള്ളൂ എന്നും ഞങ്ങളുടെയൊക്കെ ജീവിതം ഇതുകൊണ്ട് തന്നെ അവസാനിച്ചു പോകുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ അവരെ ഭരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഈ ചിന്തകൾ അസുഖത്തിലേക്ക് തള്ളിവിടാറുണ്ട്. ലോക്ക്ഡൗൺ നമ്മുടെ കൂടെയുള്ളവർക്ക് പൊതുവെ ഒരു പുതിയൊരു അനുഭവമാണ്. അവർ ഇതുവരെ ജീവിച്ചു വന്നിരുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും വളരെ വിഭിന്നമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പലവിധമായ പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഇതുവരെയുള്ള ഷെഡ്യൂൾ മാറ്റുക എന്ന് പറയുന്നത്. ഉദാഹരണമായി രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നവർ, സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നവർ ലോക്ക്ഡൗൺ മുഖാന്തരം വീട്ടിൽ ഇരിക്കുന്ന മുഖാന്തരം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രധാനമായും ബോർഡം അനുഭവിക്കുന്നതായിട്ട് പറയാറുണ്ട്. പിന്നെ മറ്റു ചിലർ അനുഭവിക്കുന്ന വളരെ പ്രശ്നമാണ് അധികം സമയം കുടുംബമായി കഴിയുന്നതുകൊണ്ട് തന്നെ ചില ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറ്റപ്പെടുന്നതായിട്ട് കാണപ്പെടാനായിട്ട് സാധിക്കുന്നു. കോവിഡും ലോക്ക്ഡൗണും പുതുമയുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടുള്ളവരാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല പ്രതിസന്ധികളെയും നമ്മൾ നമ്മുടെ ആത്മവിശ്വാസത്താൽ മറികടന്നിട്ടുണ്ട്. ഇതും നമുക്ക് അതുപോലെ മറികടക്കാനാകും. കോവിഡ് ഇന്നോ നാളെയോ അവസാനിക്കണമെന്നില്ല. പക്ഷേ നമുക്കിതിനെ വളരെ ധൈര്യസമേതം മറികടക്കാൻ സാധിക്കും. മാഡം ഒരു സഹോദരി, അതിലുപരി വളരെ മദർലിയായ ഒരു വ്യക്തിത്വമാണ്. COVID-19 ലീവിന് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നിട്ടും വർക്ക് അറ്റ് ഹോം ചെയ്ത ഒരാളാണ് ഹൈറുനിസ മാഡം. സൈക്കാട്രിക് സോഷ്യൽ വർക്കർ, സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, കോഴഞ്ചേരി. പത്തനംതിട്ടയിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിക്കുന്നത് മാർച്ച് 9-ാം തീയതി ആയിരുന്നു. അതിനുശേഷം ഞാൻ ലീവിലായിരുന്നു. ഇപ്പോൾ ലീവിലാണെങ്കിൽ തന്നെയും ഞാൻ വീട്ടിലിരുന്നുകൊണ്ട്
സൈക്കാട്രിക് പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടീവ് കൗൺസിലിംഗ് കൊടുക്കുകയും മരുന്നുകളൊക്കെ എത്തിച്ചു കൊടുക്കുകയും പിന്നെ ഗ്രൂപ്പിലൂടെയും മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം തിരക്കി അന്വേഷിക്കുകയും അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി കൂടുതലായിട്ട് പറഞ്ഞാൽ ഇപ്പം മെയ് 24-ാം തീയതി ജോയിൻ ചെയ്തു. ഇതിന് ശേഷം ഇനി പറയേണ്ടത് പ്രവാസികളുടെ വരവോടുകൂടി കൂടുതലായിട്ട് ഇനിയും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ പ്രൊട്ടക്ഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജാഗ്രത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവിടെ എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക. കുറച്ച് നാളായിട്ട് നിങ്ങൾ ഡോക്ടർ സജിനി വേലായുധൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് കേൾക്കുന്നു. COVID-19 ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും പ്ലസ് ഇപ്പോൾ സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും നമ്മൾ പല ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഞാൻ. കുറച്ചുകൂടി സൈക്കാട്രിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ടഫ് കേസുകളാണ് COVID-19 കാണേണ്ടി വന്നത്. ഐസൊലേഷനിൽ ഉണ്ടായിരുന്നവരും പ്ലസ് മെഡിസിൻ ആവശ്യമുണ്ട്. പക്ഷേ COVID-19 മാത്രം വന്ന സാഹചര്യത്തിൽ അവർ ചിലപ്പോൾ മെഡിസിൻസ് കഴിക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അങ്ങനെയുള്ള പല കേസുകളും കൈകാര്യം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. COVID-19 മദ്യം നിർത്തലാക്കിയ സാഹചര്യത്തിൽ ഞങ്ങൾ മദ്യപാനവുമായി ബന്ധപ്പെട്ട വളരെയധികം പ്രശ്നങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും വളരെ കുറച്ച് ആളുകളെങ്കിലും വന്ന് മദ്യം നിർത്തുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനും സാധിച്ചിരുന്നു. ഇപ്പോഴും കുട്ടികളുടെ ബോറടി കാര്യങ്ങൾ, വൈവാഹിക പ്രശ്നങ്ങളും അമ്മയും കുഞ്ഞും, അതായത് ഗർഭിണികളായിരിക്കുന്ന അമ്മമാരുടെ മാനസിക ആരോഗ്യവും എന്നുള്ള മേഖലകളിലുമെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് വരുന്നു. ഈ ഒരു ടീമിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോലെയാണ്. വളരെ വർഷങ്ങളായി കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഞാനും ഡോക്ടർ പ്രതിഭയുമൊക്കെ. ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുവാൻ ഞാൻ ഡോക്ടർ സുകേഷിനെ ക്ഷണിക്കുകയാണ്. COVID-19 ശേഷം ആളുകൾക്ക് ഇപ്പോൾ ഉള്ള ഒരു പൊതുവെ നമുക്കുള്ള ഒരു ധാരണ COVID-19 നമ്മളുടെ കാലഘട്ടത്തെ രണ്ടായി തരംതിരിക്കുക എന്നുള്ളതാണ്. COVID-19 മുമ്പും COVID-19 ശേഷവും. COVID-19 മുമ്പ് നമ്മൾ ഉണ്ടായിരുന്ന ശീലങ്ങളെ പലതും COVID-19 മാറ്റി. നമ്മൾ കൃത്യമായിട്ട് കൈ കഴുകാൻ പരിശീലിച്ചു, സോഷ്യൽ ഡിസ്റ്റൻസിങ് പരിശീലിച്ചു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വഭാവത്തിലും നമ്മളുടെ ദിനചര്യകളിലും COVID-19 തുടർന്ന് ഒരു മാറ്റം വരുത്തും എന്ന് ഞാൻ ചിന്തിക്കുന്നു. രണ്ടാമതായി നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് നമ്മുടെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന് അതിനോട് പൊരുതി വിജയിക്കുന്നത്. COVID-19 ഇതേ കാര്യം തന്നെ നമ്മളെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളെ NGOകളും വോളണ്ടറി ഓർഗനൈസേഷനുകളും പൊതുസമൂഹവും ഒന്നിച്ച് ഒരു മനസ്സോടെ നിന്ന് സ്വീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിലേക്ക് സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അത് തീർച്ചയായിട്ടും തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പത്തനംതിട്ട ജില്ലയുടെ സൈക്കോ സോഷ്യൽ മാനേജ്മെന്റ് കേരളത്തിലൊട്ടാകെ ഇങ്ങനെ ഒരു സൈക്കോ സോഷ്യൽ മാനേജ്മെന്റ് മോഡൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് COVID-19 നമുക്ക് പ്രതിരോധിച്ച് നിർത്താൻ സാധിച്ചത്. ഇപ്പോഴും 3rd സ്റ്റേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതേ ടെലി കൗൺസിലിങ്ങും ക്വാറന്റൈനിൽ ഇരിക്കുന്നവർ ഒറ്റപ്പെടുമ്പോൾ അവരുടെ മാനസികാവസ്ഥ അറിഞ്ഞ് അവരുമായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം കൗൺസിലേഴ്സ് കേരളത്തിലുടനീളമുണ്ട്. ഇത് പത്തനംതിട്ട ജില്ലയിലെ പ്രത്യേകിച്ചും കളക്ട്രേറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ സപ്പോർട്ടോടു കൂടിയാണ് ഈ കൗൺസിലിംഗ് പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നത്. പ്രതിഭ താങ്ക്സ് ഗിവിംഗ് നൽകുന്നു. കോവിഡ് എന്ന് പറയുന്നത് ഒരു പേമാരി പോലെ നമ്മുടെ ഇടയിലേക്ക് പെയ്തിറങ്ങിയ ഈ സാഹചര്യത്തിൽ ഈ ജില്ലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് ജില്ലാശുപത്രി സൂപ്രണ്ട് എന്ന രീതിയിൽ എനിക്ക് കുറച്ച് എന്തെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ പിൻബലം
ഒന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ളത്, പിന്നെ കളക്ടറേറ്റിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത്, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി ജില്ലാ പഞ്ചായത്തിൻ്റെ നേരിട്ടുള്ള അധീനതയുള്ള ആശുപത്രിയാണ്. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഏത് സമയത്തും എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്തോളാൻ പറഞ്ഞൊരു ഓർഡർ തന്നെ ഇറക്കി അവർ പ്രത്യേക യോഗം കൂടിയിട്ട് തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് സാധാരണ മേടിക്കാൻ സാധിക്കാത്ത അളവിൽ ഹാൻഡ് സാനിറ്റൈസറുകൾ, മാസ്ക്, ഏപ്രൺ തുടങ്ങിയ എല്ലാ വസ്തുക്കളും നമുക്ക് അവൈലബിൾ ആക്കാൻ പ്രസിഡന്റ്, സെക്രട്ടറി, അത് വൈസ് പ്രസിഡന്റ്, 3 പേര്, പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എപ്പോഴും നമുക്ക് അതിന് വിസിറ്റ് നടത്തുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എപ്പോഴും പുറകിൽ നിന്നുകൊണ്ട് എൻകറേജ് ചെയ്യുകയും ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ ഒരു സപ്പോർട്ടാണ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് കുടുംബശ്രീകളുടെ മറ്റേ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി എല്ലാ ദിവസവും ഫുഡ് എത്തിക്കുന്നുണ്ടായിരുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എപ്പോഴും പ്രതിജ്ഞാബദ്ധരായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൂടി ലഭിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനും ആവശ്യത്തിനുള്ള ഫണ്ട് ലഭ്യമാക്കുവാനും സാധിക്കുന്നത്. നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്യപ്പെട്ടത് COVID-19 മെഡിക്കൽ മാനേജ്മെന്റും സൈക്കോ സോഷ്യൽ മാനേജ്മെന്റുമാണ്. ഇനി ഏതെങ്കിലും വിഷയമായിട്ട് വരുന്നിടം വരേക്കും ബൈ.